കൈക്കൂലി കേസിൽ ഇ.ഡി. കൂടുതൽ കുരുക്കിലേക്ക്. കേസുകൾ ഒതുക്കി തീർക്കാൻ പണം ആവശ്യപ്പെട്ടുവെന്ന പരാതിയുമായി നിരവധി പേർ രംഗത്ത്. അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ ഇ.ഡി. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്യും. ഇ.ഡി. ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നത് വൻ തട്ടിപ്പെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പണമിടപാടിലും അഴിമതിയിലും കൂടുതൽ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് വിജിലൻസ് കരുതുന്നത്. കേസ് ഒതുക്കി തീർക്കാൻ പണം ആവശ്യപ്പെട്ടെന്ന പരാതിയുമായി നിരവധി പേർ വിജിലൻസിനെ സമീപിക്കുന്നുണ്ട്. ലക്ഷങ്ങളാണ് പലരോടും ആവശ്യപ്പെട്ടത്. ഇത് വിശദമായി പരിശോധിക്കുമെന്ന് വിജിലൻസ് SP എസ് ശശിധരൻ പറഞ്ഞു. എന്തായാലും നമ്മുടെ അടുത്ത് വരുന്ന ഇൻഫർമേഷൻ നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്നുണ്ട്. വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം. പ്രാഥമിക വിവരങ്ങളും തെളിവുകളും ശേഖരിച്ച ശേഷം ഒന്നാം പ്രതിയായ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യും. തട്ടിപ്പിൽ ഇയാളുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. ഇ.ഡിയുടെ അന്വേഷണം പണം വാങ്ങി ഒതുക്കാൻ ഇടപെട്ടിരുന്ന ആളാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നാണ് വിജിലൻസിന്റെ നിഗമനം. ഇയാൾക്ക് ശേഖർ കുമാർ അടക്കമുള്ള ഇ.ഡി. ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും വിജിലൻസ് സംശയിക്കുന്നു. രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചു വരികയാണ്. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. കൈരളി ന്യൂസ്, കൊച്ചി.